250 grams prawns ആണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് അല്പം പെപ്പർ ആഡ് ചെയ്യാം. പിന്നെ അല്പം ഉപ്പും ചേർക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു ഹാഫ് ആൻ അവർ റെസ്റ്റ് ചെയ്യാനായിരുന്നു. പ്രോൺസ് മാരിനേറ്റ് ചെയ്യാൻ വെച്ച സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യം ചെയ്യാം. അതിനായിട്ട് ഞാൻ വെളുത്തുള്ളി 8 അല്ലിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ വലുത് നോക്കി തന്നെയാണ് എടുത്തിരിക്കുന്നത്. കാര്യം ഗാർലിക്കാണ് ഇതിൻ്റെ മെയിനായിട്ട് ഫ്ലേവർ. ഗാർലിക്ക് ഇതുപോലെ ചോപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിന് ശരിക്കും സവാളയുടെ ആവശ്യമില്ല, എന്നാലും ഞാനൊരു കുഞ്ഞ് സവാള ചേർക്കുന്നുണ്ട്. ഇത് വളരെ ചെറിയൊരു സവാള എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് വെളുത്തുള്ളി ചോപ്പ് ചെയ്ത പോലെ തന്നെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ കുത്തി അരിഞ്ഞ് കൊടുക്കാം. ഗ്യാസ് ഓണാക്കിയതിന് ശേഷം നമുക്ക് പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഒന്ന് നന്നായി കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഒരല്പം ഓയിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചോപ്പ് ചെയ്ത ഗാർലിക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബട്ടർ ആഡ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. സോൾട്ടഡ് ബട്ടറാണ് ഞാൻ ആഡ് ചെയ്തത്. അപ്പോൾ അതിനനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാൻ. നമുക്കൊരു നല്ല സ്മെല്ല് വരുന്നവരെ ഒരു കുറച്ച് സെക്കൻഡ് മാത്രം ഇളക്കി കൊടുക്കാം. ഇനി നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെക്കാവുന്നതാണ്. ഇനി നമുക്ക് ചോപ്പ് ചെയ്ത സവാള ചേർത്ത് കൊടുക്കാം. നമുക്ക് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ടെൻ ടു 15 സെക്കൻഡ്സ് നമ്മൾ സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച പ്രോൺസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓരോ സൈഡും നമുക്കൊരു 3 to 4 മിനിറ്റ്സ് മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്തെടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. കുക്കാകാൻ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. പ്രോൺസിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 3-4 മിനിറ്റ് കൂടെ അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് നമ്മൾ ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകാതെ നോക്കണം. നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. ഇതിപ്പോൾ ഗാർലിക്കിൻ്റെ ഫ്ലേവറും എല്ലാം നന്നായി പിടിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും എരിവും എല്ലാം ഉണ്ട്. ഉപ്പും എല്ലാം ആഡ് ചെയ്യുമ്പോൾ ബട്ടറിനുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറവ് മാത്രമേ ആഡ് ചെയ്യാവൂ. നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ നേരം സോൾട്ടും പെപ്പറും ആഡ് ചെയ്തതാണ്. അപ്പോൾ അതിനനുസരിച്ച് മാത്രമേ നമ്മൾ പിന്നീട് ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഇതിപ്പോൾ പ്രോൺസ് നന്നായി കുക്കായിട്ടുണ്ട്. ഇനി ഞാൻ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രഷ് ക്രീം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്.
ഇനി നമുക്ക് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിലായിരിക്കണം. ഇനി ഒരു 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് വരെ നമുക്ക് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കാം. കൊറിയൻഡർ ലീവ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അവസാനം ഗാർണിഷ് ചെയ്യാൻ അത് ആഡ് ചെയ്യാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല. അതിൻ്റെ കൂടെ ഫ്ലേവർ വരുവാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. പെട്ടെന്ന് തന്നെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.